ഞാൻ ക്യാമറ ഓണാക്കിയാൽ മാത്രം ഇങ്ങനെയുള്ളൂ, അല്ലെങ്കിൽ ഭയങ്കര സൈലന്റ് കഴിച്ചു. വെയിലടിച്ച് ഞങ്ങൾ ഇന്ന് ചാവും. ഈശ്വരോ, ഇതാരാത്? ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പം നമുക്ക് ഇന്ന് അങ്ങോട്ട് തുടങ്ങാം അല്ലേ. നമ്മളിപ്പോൾ ഓൾറെഡി മലേഷ്യയിലാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഇന്ന് നമുക്ക് കൊലാലംപൂർ സിറ്റി ടൂറാണ്. അപ്പോൾ പോകുന്ന വഴിക്ക് ഇങ്ങനെ എന്തൊക്കെ കാണാം, എന്തൊക്കെയാണ് ഉള്ളത്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കിന്ന് നമ്മളുടെ വ്ളോഗിൽ കാണിക്കാം. അപ്പോൾ അതൊക്കെയാണ്. അപ്പോൾ അവസാനം വരെ നമ്മളുടെ വ്ളോഗ് കാണാൻ മറക്കരുത് കേട്ടോ. അടുത്തേക്ക് വരുമ്പോഴേ കാണുന്നുള്ളൂ. കാർഡിന്റെ കീ കൊടുത്തോ? നമ്മളോട് പറഞ്ഞ സമയത്ത് തന്നെ കാർ എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിത് അങ്ങനെ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കഴിഞ്ഞ വ്ളോഗിൽ തന്നെ പറഞ്ഞല്ലോ, നമുക്ക് അവിടെ ഏറ്റവും ഒരു പ്രത്യേകതയായിട്ട് തോന്നിയിട്ടത് അവിടെ ഗ്രീനറി ആണ് കേട്ടോ. ഞാൻ തീരെ വിചാരിച്ചിട്ടേ ഉണ്ടായിരുന്നില്ല ഇത്രയും ഒക്കെ ഒരു പച്ചപ്പ് നിറഞ്ഞിട്ടുള്ള ഒരു സ്ഥലമാണ് അത് എന്നുള്ളത്. ശരിക്കും നല്ല, നമ്മൾക്ക് കണ്ണിനൊക്കെ നല്ല ഒരു കുളിർമ കിട്ടുന്ന നല്ല രസമുള്ള കാഴ്ചകളാണ്. അപ്പോൾ നമുക്ക് പോകുമ്പോൾ ഒരു ഐഡിയ ഇല്ല എന്താണ് എവിടേക്കാണ് പോകുന്നത്. അപ്പം നമുക്കിങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് നമ്മൾ ഡ്രൈവർ ഇങ്ങനെ വിശദീകരിച്ച് പറഞ്ഞു തരുന്നുണ്ടായിരുന്നു. ഇതാണ് എന്നൊക്കെ പറഞ്ഞിട്ട്. ഇത് അവിടുത്തെ മ്യൂസിയം ആണ് കേട്ടോ. മ്യൂസിയം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏതൊരു നാടിൻ്റെയും ഹിസ്റ്ററി, കൾച്ചർ, ഹെറിറ്റേജ് എല്ലാം അതിനെ പറ്റിയുള്ള ഒക്കെ ഉള്ള ആ ഒരു അവയർനെസ് നമുക്ക് ബാക്കിയുള്ളവരിലേക്ക് എത്തിക്കാൻ, കാത്തു സൂക്ഷിച്ച് ബാക്കിയുള്ളവരിലേക്ക് എത്തിക്കാനുള്ള ഒരു പ്ലേസ് ആണല്ലേ. അപ്പം അതാണ് ഇത്. പക്ഷെ നമ്മൾ അവിടെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. നമ്മൾ പുറത്തുനിന്ന് ജസ്റ്റ് ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നുള്ളൂ. അതുപോലെ തന്നെ ഈ കാണുന്നത് അവിടുത്തെ പ്രസിഡന്റിന്റെ വീടാണ്. അതാ ദൂരെ കാണുന്നില്ലേ. അപ്പോൾ ഇതൊക്കെ നമുക്കിങ്ങനെ ഡ്രൈവർ പോകുമ്പോൾ പറഞ്ഞു തരുന്ന ആ ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ പ്രസിഡന്റിന്റെ ഫ്ലാറ്റ് ആണ് ഇത്. കിങ്ങിന്റെ വീട്. ഓ, അങ്ങോട്ടുണ്ട്. ഇത് കിങ്ങിന്റെ പാലസ് അല്ലേ. ഇറ്റാലിയൻ എന്താ ഇതിന്? ഇസ്താന നെഗാരാന്നോ? ഇസ്താന നെഗാര. ഇതാണ് അത്ര കിങ്ങിന്റെ പാലസ്. ഇതിന്റെ അപ്പുറത്താണ് കേട്ടോ വലുത്. ബിഗ് പാലസ്. അതിൻ്റെ ഉള്ളിലേക്ക് നമുക്ക് പോകാനൊന്നും പറ്റില്ല. എത്ര തന്നെയാണ് പോകാൻ പറ്റുള്ളൂ. ഇതുവരെയാണ് എല്ലാവരും വരണുള്ളൂ. ഇവിടുന്ന് അങ്ങോട്ടാണ് കുറേ. പക്ഷെ അവിടെ ഒന്നും ആരെയും കാണാനില്ല. എന്ത് അതെ. അല്ല, അപ്പോൾ മറ്റേ എടുക്കണ്ടേ? പാലസ് അവിടെ ഉള്ളിലായിട്ട് കാണുന്നതാണ്. പക്ഷെ നമുക്ക് അങ്ങോട്ടേക്കൊന്നും പോകാൻ പറ്റില്ല. നമുക്ക് ജസ്റ്റ് ഇവിടെ വരെ പോയിട്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാനാണ് പറ്റുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും നമ്മൾ അവിടെ വരെ പോയി നമ്മൾ തിരിച്ച് വീണ്ടും കാറിലേക്ക് പോരുകയാണ്. ഇനി നമ്മൾ പോകുന്ന സ്ഥലത്ത് അവിടെ എത്തിക്കഴിഞ്ഞപ്പോൾ വളരെ യാദൃശ്ചികമായിട്ട് ഒരു സംഭവം ഉണ്ടായി. അതെന്തായാലും ഞാൻ പറയുന്നതിനേക്കാൾ നേരിട്ട് കാണുന്നതല്ലേ നല്ലത്. അത് നമുക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. നേരിട്ട് അങ്ങോട്ട് കാണാം എന്തുണ്ടായി എന്നുള്ളത്. നമ്മളങ്ങനെ അവിടെ ഇറങ്ങിയിട്ട് വീഡിയോ എടുത്ത് ഇങ്ങനെ നടക്കുമ്പോൾ ദേ നമ്മുടെ മുന്നിൽ അറിയുന്ന കുറച്ച് ആൾക്കാർ. അതിന്റെ ഭയങ്കര സന്തോഷത്തിൽ നിൽക്കുകയാണ് ഞങ്ങള്. അമ്മക്ക് മുറുക്കണൊരു പതിവുണ്ട്. ഞാൻ ക്യാമറ ഓണാക്കിയാൽ മാത്രം ഇങ്ങനെയുള്ളൂ, അല്ലെങ്കിൽ ഭയങ്കര സൈലന്റ് കഴിച്ചു. ഞങ്ങളിപ്പോ എത്തിയിട്ടുള്ളൂ ഇവിടെ. നിങ്ങളിപ്പോ അതല്ലേ? എന്തായാലും സന്തോഷം കേട്ടോ. ഓക്കെ. നമ്മളിങ്ങനെ നോക്കുമ്പോൾ പെട്ടെന്ന് നമ്മുടെ മുന്നിൽ പരിചയമുള്ള കുറെ ആൾക്കാർ. നോക്കുമ്പോൾ മല്ലു ഫാമിലി. അപ്പോൾ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി. നമ്മൾ കുറെ സംസാരിക്കുകയൊക്കെ ചെയ്തു, വീഡിയോസ് എടുത്തു. അങ്ങനെ അവര് തന്നെ പറഞ്ഞിരുന്നേ നമുക്ക് കേരളത്തിൽ നിന്ന് പോകുന്നു തോന്നിയിട്ട്. അപ്പോഴാണ് ഞാൻ മലയാളികളെ ശ്രദ്ധിച്ചപ്പോഴാണ് അവരെന്നെ കണ്ടത്. അവരതന്നെ പറഞ്ഞിരുന്നു. അപ്പോഴാണ് ഞാൻ ശ്രദ്ധിച്ചത്. അങ്ങോട്ട് പോകാൻ പാടുണ്ടാവില്ല. ആരും പോണാണല്ല. അതെന്താന്നറിയില്ല.
നീന്താൻ തോന്നുന്നുണ്ടോ? ഓ വാവ്, സൂപ്പർ സൂപ്പർ സൂപ്പർ. ഇതാണ് തുഗു നെഗാര നാഷണൽ മോണ്യുമെൻ്റ് ആണ്. മലേഷ്യയുടെ ഫ്രീഡം ഫൈറ്റിൽ മരിച്ചവരെ അനുസ്മരിക്കുന്ന ഒരു സ്മാരകമാണ് ഈ തുഗു നെഗാര എന്ന പേരിൽ ഇവിടെ ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. ഇപ്പം അവിടുത്തെ പല കാര്യങ്ങളിലെയും നമ്മൾ പ്രൊനൗൺസ് ചെയ്യുമ്പോൾ അത് കറക്റ്റ് ആണോ എന്ന് എനിക്കറിയില്ല. നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളതാണ് ഞാൻ ഇതിൽ പറയുന്നത് കേട്ടോ. പ്ലെയിനൊന്നും ഇതിൽ കാണാനില്ലല്ലോ. ആവുമോ? ആ എന്നെ കുറെ ഉണ്ട് കേട്ടോ. നമ്മളെ കേരളത്തിനേക്കാൾ കൂടുതൽ എന്താ പറയാ മരങ്ങൾ ഇവിടെ ഉണ്ട്. ആ പച്ചപ്പ്, എവിടെ നോക്കിയാലും പച്ചപ്പാണേ. നല്ല നല്ല നീറ്റായി അടിപൊളിയായി. എന്തേ വയ്യാണ്ടായോ? ഇരിക്കുന്ന ഫോട്ടോ എടുക്കാനാണോ? ഇത് ഇൻഡിപെൻഡൻസ് സ്ക്വയറോ? ഞാൻ ട്രാവൽ വാഴ കണ്ട, അങ്ങോട്ടൊക്കെ വാഴ, സ്പെഷ്യൽ വാഴ. ഇൻഡിപെൻഡൻസ് സ്ക്വയറാണിത്. ഇവിടുത്തെ ഫ്ലാഗ് ഉണ്ട്. അയ്യവ, ഓ അടിപൊളി. എൻ്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പം നല്ല രസമായിരുന്നു. നട്ടപ്പൊരു വെയിലാണേ. നട്ടപ്പൊരു വെയിലത്ത് ഇങ്ങനെ കറങ്ങി നടക്കുക. അമ്പോ, ഇതെല്ലാം ഇതൊക്കെയാണ് കോലാലംപൂർ. ആ യെസ്, ഇപ്പൊ കിട്ടുന്നത് ഇങ്ങനെ. ഈ ആകാശമുട്ട് എങ്ങനെ വെക്കണം. ഇതാണ് KL ടവർ. KL ടവർ ഏതാ പിന്നില്? ഓക്കെ, ടിൻ ടവറോ? അതിൻ്റെ ഒരു തലയാണ് ഈ കാണുന്നത്. എൻ്റെ അപ്പുറത്തുണ്ട് മറ്റത്, ചെറുതായിട്ട് കാണുന്നുണ്ട്. എന്ത് വലുതറിയോ? ഇവിടെ നിന്ന് അങ്ങനെ ആകാശത്തേക്ക് നോക്കണം. യെസ്, നമ്മളിവിടെ വന്ന് ഫോട്ടോ എടുക്കാൻ പോവാം. നമ്മുടെ കാർ ഇതാണ് കേട്ടോ. ഹായ്, അങ്ങോട്ട് നിൽക്കോ? ഇതാരാത്? വാവ്, അതൊരു അടിപൊളി ഫോട്ടോ ആയിരുന്നു. ഹലോ, ഹൗ ആർ യു? എടാ, ഞാൻ പോയി ചാടോ? ഓ മൈ ഗോഡ്. വെയിലടിച്ച് ഞങ്ങളിന്ന് ചാവും. ഈശ്വരോ. ക്വാലലംപൂരിലുള്ള 421 മീറ്റർ ഉയരമുള്ള ഒരു ടെലി കമ്മ്യൂണിക്കേഷൻ ടവറാണ് കേട്ടോ ഈ KL ടവർ. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ 7ാമത്തെ ടവറാണിത്. അപ്പോൾ ശരിക്കും നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് അവിടെ ഏറ്റവും ടോപ്പിൽ പോയ ഒരു നല്ല വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ട്. നമുക്ക് മൊത്തം സിറ്റിയൊക്കെ കാണാൻ പറ്റുന്ന. പക്ഷേ അന്ന് നമുക്ക് അതിനുള്ളിലേക്ക് കയറാൻ പറ്റുമായിരുന്നില്ല. എന്തോ കാരണം കൊണ്ട് ക്ലോസ്ഡ് ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് പുറത്തുനിന്ന് ഫോട്ടോ എടുക്കാനേ നമുക്ക് പറ്റുമായിരുന്നുള്ളൂ. ഇനി ഈ കാണുന്നതാണ് മലേഷ്യയിലത്തെ പെട്രോണാസ് ട്വിൻ ടവർ.
ലോകത്തിലത്തെ ഏറ്റവും ഉയരം കൂടിയ ട്വിൻ ടവറാണ് ഇത് കേട്ടോ. ഒറ്റ ഫോട്ടോയിൽ തന്നെ ആ ട്വിൻ ടവറും നമ്മളെയും കൂടി ഉൾക്കൊള്ളിക്കുക എന്ന് പറയുന്നത് ഇത്തിരി ശ്രമകരമായിട്ടുള്ള പണിയാണ് കേട്ടോ. കാരണം അത്ര ഹൈറ്റ് ഉണ്ട് അതിൻ്റെ ചുവട്ടിൽ നിന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ. അപ്പം നമ്മൾ അതിൻ്റെ നേരെ താഴെ പോയിട്ടാണ് ആദ്യം നിന്നത്. അപ്പോൾ അവിടെ നമുക്ക് അങ്ങനെ ഫോട്ടോ എടുക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുമായിരുന്നില്ല. അപ്പോൾ വേറൊരു ഭാഗത്ത് നിന്നിട്ടുണ്ടെങ്കിലാണ് മുഴുവനായിട്ട് അങ്ങനെ ആ ടവറും കിട്ടും, അതുപോലെ തന്നെ നമ്മളെയും അതിൻ്റെ കൂടെ കിട്ടും എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ ഒന്ന് നടക്കുകയാണ് കേട്ടോ. അവിടെ പോയി നിന്നിട്ടുണ്ടെങ്കിൽ കറക്റ്റായിട്ട് കിട്ടും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അല്ല നമ്മൾ നിനക്ക് കിട്ടിയതില്ലേ? ഓക്കെ റെഡി 1 2 3 റെഡി 1 2 3 ഓക്കെ ബോട്ടൽ വൈറ്റ് ഓക്കെ sorry one person your wife madam എൻ്റെ അമ്മോ ഇതിൻ്റെ ഉള്ളിൽ തന്നെ പെട്രോണസ് നമ്മൾ നേരത്തെ KL ടവറിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഈ പെട്രോണാസ് ടവറിൻ്റെയും ഏറ്റവും ടോപ്പിൽ നമുക്ക് പോകാൻ പറ്റും. അതായത് നല്ല വ്യൂ പോയിന്റ് ഉണ്ട് അവിടെ. അപ്പോൾ അങ്ങോട്ട് നമുക്ക് പാസ് എടുക്കണം കേട്ടോ. അങ്ങോട്ട് പോകണം എന്നുണ്ടെങ്കിൽ അവിടെ മുകളിൽ ഈ രണ്ട് ബിൽഡിംഗ് തമ്മിൽ കണക്ട് ചെയ്തിട്ടുള്ളത് ഒരു ബ്രിഡ്ജാണ്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് പോയിട്ട് കാണാനും ഫോട്ടോ എടുക്കാനൊക്കെ പറ്റും. പക്ഷെ അതിന് പാസ്സൊക്കെ എടുക്കണം. നമ്മൾ ജസ്റ്റ് ഇതിൻ്റെ ഉള്ളിൽ കയറി അവിടെ നിറയെ ഷോപ്പുകളും ഒക്കെ ആയിട്ടുണ്ട്. അവിടെയൊക്കെ പോയി അതെല്ലാം കണ്ട് അങ്ങനെ കറങ്ങി ഒന്ന് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ. ഭഗവാനെ ആ
നല്ല രസമാണ് കേട്ടോ. ചുറ്റും ഇങ്ങനെ ആകാശം മുട്ടിയ ബിൽഡിങ്ങുകൾ. നമ്മൾ ഈ ടിൻ ടവറൊക്കെ ഇതുവരെ ഫോട്ടോയിലും വീഡിയോയിലും മാത്രം കണ്ടിട്ടുള്ള ഒരു കാര്യമല്ലേ. അതിൻ്റെ തൊട്ട് മുമ്പിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ ഭയങ്കര സന്തോഷം എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു ഫീലാണ്. ഇനി നമ്മൾ പോകുന്നത് ഷോപ്പിങ്ങിനാണ് കേട്ടോ. ചൈനീസ് ടൗണിലേക്കാണ്. ഇവിടുന്ന് അങ്ങോട്ട് പറയണ്ട, കാരണം ഷോപ്പിങ്ങിന് ഇത്ര വലിയ ഏരിയ ആണെന്ന് വെച്ചാൽ നമുക്ക് നടന്ന് 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 നമുക്ക് തളരും എന്നുള്ളൂ, അല്ലാണ്ട് ഷോപ്പുകൾ തീരില്ല. കാരണം അത്രയും ഷോപ്പുകളാണ് ഇത്. നമുക്ക് ഈ ഒരു ഭാഗത്ത് എത്തിയപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരുപോലെ ഫീൽ ചെയ്തൊരു കാര്യമാണ്. നമ്മൾ ലാസ്റ്റ് ടൈം നമ്മൾ പോയിട്ടുണ്ടായിരുന്നു ഹോങ്കോങ് ആയിരുന്നു. അവിടെ പോയപ്പോഴും സെയിം ഇതുപോലൊരു ഷോപ്പിംഗ് ഏരിയ ഉണ്ടായിരുന്നു, സെയിം ആയിട്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഇവിടെ എത്തിയപ്പോൾ അതാണ് ഫീൽ ചെയ്തത്. ശരിക്കും അന്നത്തെ കാര്യങ്ങളൊക്കെ ഓർമ്മ വന്നു. അപ്പം ഇതിനുള്ളിൽ കൂടെ ഇങ്ങനെ പോയിട്ട് എന്തൊക്കെയാ അറിയോ, പല 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 തരത്തിലുള്ള സാധനങ്ങൾ കണ്ട് കണ്ട് ഇങ്ങനെ നടന്ന് നമ്മൾ തളരും. നോക്കാം എന്തായാലും. ഭയങ്കര ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ ഇങ്ങനത്തെ ടീഷർട്ടും ഇതൊക്കെ ഡ്രാഗൻ്റെ ഇതൊക്കെ സ്കേർട്ട്. दीदी आ जाओ, देखनी है देखो। എന്തെങ്കിലും ഡ്രസ്സ് അടിക്കും. അപ്പോൾ മറ്റേ ബ്ലൂവിൻ്റെ അത്ര ഇല്ലേ, അതിൻ്റെ അത്ര ഇത് 19 വലിപ്പമായിട്ട് നോക്കണത്. എന്താ വിശാഖയുടെ 10 പേരുണ്ടോ അത്? എന്താ സാധനം കുട്ടപ്പെടുന്ന പാക്ക് ചെയ്യണം, അതാണ് പറയാവുന്നത്. അയ്യോ ഡ്രസ്സൊക്കെ എന്ത് രസാ, എന്ത് രസാ. ക്രോഷറ്റ് അല്ലേ ഇതൊക്കെ, ഇവിടൊക്കെ ഞാനും വിചാരിച്ചു നല്ല കളേഴ്സ് അല്ലേ അതൊക്കെ. പാക്ക് ചെയ്യണം, അതുപോലെ പാക്ക് ചെയ്യണമെന്ന്. താങ്ക് യു. But this kind of another person also used in gloves. Good price. Have a look. കേരളത്തിൽ നിന്ന് വന്നിട്ട് നല്ല തണുത്ത നാളികേര വെള്ളം കുടിക്കണ മലേഷ്യയിൽ വന്നിട്ട്. കേരളത്തിൽ ഇപ്പോൾ തേങ്ങ ഇല്ല. സ്വന്തം പറമ്പിലാണ് നിൽക്കുന്നത്. എങ്ങനെയുണ്ട് മലേഷ്യയിലത്തെ ഐക്യാണോ? നമ്മുടെ
ഷോപ്പിങ്ങിന് നമ്മൾ അവിടെ കയറി കഴിഞ്ഞാൽ നമുക്ക് നല്ല ടൈം എടുക്കും. ഞാൻ അതിൻ്റെ ഒരു 10% പോലും കാണിച്ചിട്ടില്ല. കാരണം ഇങ്ങനെ നടക്കുകയാണ്, ഒരുപാട് സാധനങ്ങളാണ്, നമുക്ക് എന്തൊക്കെ വേണിച്ചാൽ വാങ്ങിക്കാം. അങ്ങനെ ഒരുപാട് ഏരിയ ഉണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ശരിക്കും നല്ല രാത്രിയായത് തിരിച്ചിറങ്ങിയപ്പോഴേക്കും. നമ്മോ ഒരു 1.5 യാത്രയായിരുന്നു. ഉണ്ടായി. എങ്ങനെയുണ്ട്? സാധാ മാങ്ങ ജ്യൂസിനുണ്ടാകുന്ന ടേസ്റ്റ് അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാൻ വേണ്ടി കറങ്ങി നടക്കുകയാണ്. എന്ത് ഫുഡാണ് വേണ്ടത്? ഇന്ത്യൻ ഫുഡ്. നമ്മളിങ്ങനെ ഇടയ്ക്കിടെ പലതും കഴിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ നല്ല ചൂടാണ്, പിന്നെ യാത്രയല്ലേ, അപ്പം നമ്മൾ നല്ല പോലെ ക്ഷീണിക്കും. അപ്പം എന്തായാലും ഫുഡ് കഴിക്കാൻ വന്നതാണ് കേട്ടോ. അപ്പോൾ ഒരു ഇന്ത്യൻ ഫുഡും എല്ലാം കിട്ടുന്ന ഒരു റെസ്റ്റോറൻറ്റ് കണ്ടു. അപ്പം നമ്മൾ അവിടെ കയറിയതാണ്. അവിടെ നോക്കുമ്പോൾ അതായിരിക്കുന്നു പൊറോട്ടയൊക്കെ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അപ്പം നല്ല വിശപ്പായിരുന്നു. അപ്പോൾ വേറെ വല്ലതൊക്കെ ട്രൈ ചെയ്യാനുള്ള ഒരു മനസ്സുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ചപ്പാത്തി പൊറോട്ട ഒക്കെ തൽക്കാലം അന്ന് അത് വെച്ച് കഴിക്കാം എന്ന് വിചാരിച്ചിട്ട് അതായിരുന്നു കഴിച്ചത്. കാരണം നല്ല പോലെ കഴിക്കണമായിരുന്നു, നല്ല വിശപ്പായിരുന്നു. കറങ്ങി നടന്നിട്ടേ നമ്മളിങ്ങനെ യാത്ര ചെയ്യാന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ. അങ്ങനെ നമ്മൾ ഫുഡെല്ലാം കഴിച്ചു കഴിഞ്ഞ് തിരിച്ച് ഹോട്ടലിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. ഇവിടെയാണ് നമ്മൾ സ്റ്റേ ചെയ്യുന്നത്. നല്ല പോലെ ക്ഷീണിച്ചിട്ടുണ്ടായിരുന്നു എന്ന് വെച്ചാൽ നല്ല പോലെ ക്ഷീണിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞില്ലേ, നല്ല ചൂടായിരുന്നു. അപ്പം എന്തായാലും ഇനി റൂമിലേക്ക് പോവുകയാണ്, കിടന്നുറങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഇതാണ് നമ്മളുടെ ഫസ്റ്റ് ഡേ മലേഷ്യയിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇനി ബാക്കിയുള്ള ദിവസങ്ങളൊക്കെ നല്ല രസമുള്ള ഒരുപാട് കാഴ്ചകൾ കാണാനുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും സ്റ്റേ ട്യൂൺഡ്.